എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഞാനും പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത്, ചിന്തിച്ചു വരുന്നത് ഈ സമത്വം, പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം ഏതൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ ഫേസസിലാണ്, ഏതൊക്കെ തലങ്ങളിലാണ് പിതാവും പുത്രനും സമന്മാരായിരിക്കുന്നത്, ഇക്വാലിറ്റി, സമത്വമുള്ളത്, യൂണിറ്റി, ഐക്യമുള്ളത് ഏതൊക്കെ മേഖലകളിലാണ്. ഒന്ന്, നമ്മൾ ചിന്തിച്ചത്, പഠിച്ച കാര്യം ഞാൻ ആദ്യം പറയാം. ഒന്ന്, യൂണിറ്റി ഇൻ പേഴ്സൺ, ആളത്വത്തിൽ പിതാവും പുത്രനും തുല്യരാണ്. ആളത്വത്തിൽ ഒരു വ്യക്തിയുടെ സത്തയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നോ, ദൈവം എന്ന വ്യക്തിയിൽ ആളത്വത്തിൽ സത്താപരമായി എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുവോ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. പിതാവായ ദൈവത്തിലുള്ളത് തന്നെ പുത്രനായ ക്രിസ്തുവിലുണ്ട്. അത് ആളത്വത്തിലെ ഇക്വാലിറ്റിയാണ്, വ്യക്തിപരമായ ആളത്വം സംബന്ധിച്ചുള്ള സമത്വമാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് പ്രവൃത്തിയിലുള്ള സമത്വമാണ്, ഇക്വാലിറ്റി ഇൻ ആക്ഷൻ. പിതാവ് പ്രവർത്തിക്കുന്നു, പുത്രനും പ്രവർത്തിക്കുന്നു. പിതാവ് പ്രവർത്തിക്കുന്നതെല്ലാം പുത്രന് പ്രവർത്തിക്കാൻ കഴിയുന്നു. അതാണ് പിതാവും പുത്രനും തുല്യരാണ്, സമന്മാരാണ് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം. അത് കർത്താവായ യേശു ക്രിസ്തു അത് 17-ാം വാക്യത്തിൽ തുടങ്ങുന്നു. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നു. 19-20 വാക്യങ്ങളിൽ അത് തുടരുകയാണ്. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ കണ്ടത് എന്തൊക്കെയാണോ, എന്നോട് ചെയ്യാൻ എൻ്റെ പിതാവ് എന്തൊക്കെയാണോ ഏൽപ്പിച്ചു വിട്ടത്, അതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പിന്നെ നമ്മൾക്ക് സമയം പ്രൊലോങ് ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ടങ്ങ് പോവാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് യേശുക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിൽ ജീവൻ നൽകുന്ന സമന്മാരാണ്, സമത്വം. നോക്കണം, അത് 21-ാം വാക്യത്തിലാണ് നമ്മൾ കണ്ടത്. പിതാവ് ജീവൻ നൽകുന്നു, പുത്രനും ജീവൻ നൽകുന്നു. മരിച്ചവർക്ക് ജീവൻ നൽകാൻ പിതാവിന് കഴിയുന്നു, അതുപോലെ തന്നെ മരിച്ചവർക്ക് ജീവൻ നൽകാൻ പുത്രനും കഴിയുന്നു. അവിടെ ഇക്വാലിറ്റി ഇൻ ലൈഫ് ഗിവിങ്, ജീവൻ നൽകുന്നതിലുള്ള ഇക്വാലിറ്റി, ജീവൻ നൽകുന്നതിലുള്ള സമത്വം. നമ്മളത് വിശദമായിട്ട് ചിന്തിച്ചത് കൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല, ദീർഘമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാലാമത് നമ്മൾ കണ്ടത് ഇക്വാലിറ്റി ഇൻ ജഡ്ജ്മെന്റ്. അതാണ് തുടക്കത്തിൽ പ്രിയ ഷൈജൻ ബ്രദറും പ്രാർത്ഥനയിൽ നമ്മുടെ കുര്യാച്ചൻ സഹോദരനും ഓർത്തത് അത് തന്നെയാണ്. ഇക്വാലിറ്റി ഇൻ ജഡ്ജ്മെന്റ്. പിതാവായ ദൈവത്തിന് ന്യായം വിധിക്കാൻ അധികാരമുണ്ട്, അതേ അധികാരം തന്നെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനും ഉണ്ട്. ന്യായവിധിയിൽ പിതാവും പുത്രനും സമന്മാരാണ്. ഇനിയും ആ ന്യായവിധി പിതാവായ ദൈവം, തുടർന്ന് നമ്മൾ കണ്ടത് അതാണ്, ഇനി ആരെ ന്യായം വിധിക്കാതെ, ഇനി എത്ര ന്യായവിധി ഉണ്ടോ, ഒരുപാട് ന്യായവിധി ഉണ്ടല്ലോ, നമ്മൾ കണ്ടു. അതൊക്കെ നോട്ട് എഴുതി ഒന്ന് നോക്കിയാൽ മതി. തിങ്കളാഴ്ച മാത്രം നോട്ട് നോക്കിയാൽ ശരിയാകത്തില്ല, എല്ലാ ദിവസങ്ങളിലും ഒന്ന് പരിശോധിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. തുടർന്നുള്ളത് ന്യായവിധി എന്തൊക്കെയാണോ, ഇനിയും ചരിത്രത്തിലാകട്ടെ, ചരിത്രാതീത കാലഘട്ടത്തിലാണ് ആകട്ടെ, ഏതെല്ലാം ന്യായവിധി ഉണ്ടോ, ഞാനതിങ്ങനെ പറയാം. ചരിത്രത്തിലെ ന്യായവിധിയും നിത്യതയിലെ ന്യായവിധി, ഇത് രണ്ടും അത് രണ്ടായിട്ട് വിഭജിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് മറന്നു പോകരുത്. ദ ജഡ്ജ്മെന്റ്സ് ഇൻ ഹിസ്റ്ററി, അത് തിരുവഴുത്തിൽ നോക്കിയാലും ചരിത്രത്തിൽ നോക്കിയാലും കാണാം. ചരിത്രത്തിലെ ന്യായവിധി. രണ്ട്,
ദ ജഡ്ജ്മെന്റ്സ് ഇൻ ഇറ്റേണിറ്റി, നിത്യതയിലെ ന്യായവിധി എന്ന് പറഞ്ഞാൽ, ആ നിത്യതയിലെ ന്യായവിധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവ് വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞാൽ, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതലുള്ള ന്യായവിധിയാണ്. ആ ന്യായവിധി മുഴുവനും പിതാവായ ദൈവം പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കുര്യാച്ചൻ സഹോദരൻ പ്രാർത്ഥനയിൽ ഓർത്ത ആ ന്യായവിധി മുതൽ, ഏത്? ക്രിസ്തുവിന്റെ ന്യായാസനം, മഹോപദ്രവ കാലഘട്ടം, തുടർന്ന് യഹൂദനെ കേന്ദ്രമാക്കിയുള്ള തേജസിന്റെ സിംഹാസനത്തിലെ ന്യായവിധി, അത് കഴിഞ്ഞിട്ട് അന്ത്യ ന്യായവിധി, ലോകരാഷ്ട്രങ്ങളുടെ ന്യായവിധി കഴിഞ്ഞിട്ട് അന്ത്യ ന്യായവിധി, അത് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിലാണത്. ഈ ന്യായവിധി എല്ലാം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ഇനി നടക്കാൻ പോകുന്ന ന്യായവിധി എല്ലാം പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ന്യായവിധിയുടെ അധികാരം പിതാവിനുള്ളതുപോലെ തന്നെ പുത്രനും ന്യായം വിധിക്കാനുള്ള അധികാരമുണ്ട്. ഇനിയും 5ാമത് നമ്മൾ കാണുന്നത്, നമ്മൾ അതാണ് ഒടുവിൽ ചിന്തിച്ചത്, 22-ാം വാക്യമാണ്. ആ 22-ാം വാക്യം തുടങ്ങുന്നത് നോക്കിക്കാട്ട്, യോഹന്നാൻ 5-ന്റെ 22-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. കണ്ടോ? എന്താ ഇതിവിടെ കാണുന്ന? ഇക്വാലിറ്റി ഇൻ ഹോണർ. പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കുക. നമ്മൾ ചിന്തിക്കണം, ചില ആളുകൾക്ക് പിതാവായ ദൈവത്തോട് ആദരവും ഭക്തിയും കൂടുതലാണ്. പിതാവായ ദൈവത്തോട് ആദരവ് കൂടുതലാണ്, പുത്രനോട് അത്രയുമില്ല. ഇനിയും പുത്രനോടുള്ള അത്രയും പരിശുദ്ധാത്മാവിനോടില്ല. ഇത് വലിയ ദൈവദൂഷണമാണ്. ഇത് ദൈവത്തിനെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. അതാണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത്. ഈ 5-ന്റെ 22-ൽ പറഞ്ഞ കാര്യം അതാണ്. പിതാവിനെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ, പിതാവിനെ നമ്മൾ എത്രമാത്രം, പിതാവായ ദൈവത്തെ നമ്മൾ എത്രമാത്രം ഭയപ്പെടുന്നുവോ അത്രമാത്രം പുത്രനെയും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. ഇനിയും നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസത ഉണ്ടാവുകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂല്യം, ഒരു വ്യക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആളത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. മൂല്യം എന്നുള്ളതിന് വാല്യൂ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറ്. പിതാവായ ദൈവത്തിന് എത്രമാത്രം വാല്യൂ ഉണ്ടോ, നമ്മൾ പിതാവിന് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം വാല്യൂ യേശുക്രിസ്തുവിന് നൽകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇത് ആ കർത്താവ് പറയുന്ന ആ കോണ്ടെക്സ്റ്റ്, ആ സാഹചര്യം വെച്ച് നമ്മളത് കാണണം. എന്താണ്? യഹൂദന്മാർ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന യഹൂദന്മാർക്ക് പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ പേടിയാൽ, ഭയങ്കര ബഹുമാനമാണ്. ഞാൻ അത് സൂചിപ്പിച്ചല്ലോ. അവർ ദൈവത്തിന്റെ നാമം ഉച്ചരിക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ആ ബഹുമാനം, ആ ആദരവ് ആരോട് കാണിച്ചില്ല? യേശുക്രിസ്തുവിനോട് കാണിച്ചില്ല. അതാണ് കർത്താവ് ഇവിടെ വിമർശിക്കുന്നത്. ഒരു യഹൂദൻ പഴയ നിയമം അഥവാ ന്യായപ്രമാണം ആദരിക്കുന്ന, ന്യായപ്രമാണം അംഗീകരിക്കുന്ന ഒരു യഹൂദൻ പഴയ നിയമത്തിൽ അഥവാ ന്യായപ്രമാണത്തിൽ എത്രമാത്രം ദൈവത്തെ അവർ ബഹുമാനിക്കുന്നുവോ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ, അത്രമാത്രം തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെയും ബഹുമാനിക്കുവാൻ ആവശ്യമുണ്ട്. ഈ മൂല്യം സംബന്ധിച്ചുള്ള കാര്യങ്ങള് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് അതിങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക.
പിതാവിനെ നമ്മൾ അറിഞ്ഞാൽ പുത്രനെയും അറിയുകയാണ്. അത് യേശു കർത്താവ് പറഞ്ഞ ചില വചനങ്ങൾ നമ്മൾക്ക് ഞാൻ ആ വാക്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം എടുക്കുന്നവര് ആദ്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. 8:19. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണം, ആ വചനം നമ്മൾ ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വാക്യത്തിൽ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നിന്നിട്ട് അത് ചിന്തിക്കാനുള്ള ഒന്ന് സമയമെടുക്കാം. അതാണ് കുഴപ്പം. വചനത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം. അപ്പൊ നമ്മളൊന്ന് സമയമെടുത്തൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഇതെല്ലാം അങ്ങ് ശരിയാകും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്നെ അറിഞ്ഞാൽ എൻ്റെ പിതാവിനെ അറിയാം. അപ്പോൾ യേശുക്രിസ്തുവിന് എന്തുമാത്രം മൂല്യമുണ്ടോ അത്രയും മൂല്യം എന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ, എന്നെ നിങ്ങൾ അറിയുമ്പോൾ, എന്നിൽ എന്തെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നോ അതെല്ലാം ദൈവത്തിൽ കണ്ടെത്താൻ പറ്റും. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ, ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമോ അതെല്ലാം എന്നിലുമുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. വളരെ ക്ലിയറാണ്. ഇനിയും ഈ 5-ാം അധ്യായത്തിൽ നമ്മുടെ പഠന ഭാഗത്ത് 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് നോക്കിയേ, പുത്രനെ ബഹുമാനിക്കാത്ത പിതാവ്, പിന്നെ പുത്രനെ ബഹുമാനിക്കാത്തവൻ ആരും അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ക്ലിയർ അല്ലേ? എത്ര വ്യക്തമാണത്. പുത്രനെ ബഹുമാനിക്കുന്നതാണ് പിതാവിനെ ബഹുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തില് ദൈവം എന്നെ ഈ വചനങ്ങളിലൂടെ എല്ലാം വലിയ സത്യങ്ങളാ. ഞാൻ പലപ്പോഴും യേശുവേ യേശുവേ കർത്താവേ, യേശു കർത്താവേ സ്തോത്രം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ദൈവത്തെ അല്ലല്ലോ വിളിച്ചത്, യേശുവിനെയാണല്ലോ വിളിച്ചത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ. ഈ തിയോളജി ഒത്തിരി അകത്തോട്ട് കയറിയാൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്. അപ്പോൾ ഞാന് അങ്ങനെ അങ്ങ് അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി. ഞാൻ യേശുവെ എന്ന് വിളിക്കുന്നത് യേശുവിനെ മാത്രമല്ല. ഞാൻ യേശുവെ എന്ന് വിളിച്ചാൽ അത് പിതാവിനെ വിളിക്കുകയാണ്, അത് പുത്രനെ വിളിക്കുകയാണ്, അത് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ത്രിയേക ദൈവത്തെ ഒന്നിച്ച്. ഇനി ദൈവമേ എന്ന് വിളിച്ചാൽ അത് ദൈവത്തെ മാത്രം വിളിക്കുന്നതല്ല. പിന്നെ ആ ദൈവമേ എന്നുള്ള സംബോധനയിൽ ആരുണ്ട്? യേശുക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതിനെ വേറിട്ട് കാണുന്ന സാക്ഷിക്കാരനെയാണ് എന്ത് പറയേണ്ടത്? ദൈവദൂഷണം പഠിപ്പിക്കുന്നവരെന്ന് പറയുന്നത്. മനസ്സിലായോ? എത്ര കൃത്യമാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ ആത്മീക പാഠം. എന്താ? എന്നെ ബഹുമാനിക്കുന്നവൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ, എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുകയാണ്. എന്നെ ബഹുമാനിക്കാത്ത ഒരുത്തന് എൻ്റെ പിതാവിനെ ബഹുമാനിക്കുവാൻ കഴിയുകയില്ല. പിതാവിന് കൊടുക്കുന്ന ബഹുമാനം എനിക്ക് തരാത്തവൻ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. അതാണ് കർത്താവ് പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. ദൈവത്തിന് സ്തോത്രം. ഇനി നോക്കുക, യേശുക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യം എന്തായിരുന്നു? ഞാൻ അതൊക്കെ അങ്ങോട്ട് ചിന്തിക്കാനും വിവരിക്കാനും നിന്നാൽ നമ്മൾ ഒത്തിരി സമയവും ദിവസവും ഒക്കെ എടുക്കണം. യോഹന്നാൻ 1:18 കണ്ടോ? നമ്മളത് ചിന്തിച്ച ഒരു വചനമാണ്. എന്താ? ദൈവത്തെ കണ്ടിട്ടില്ല ആരും. യേശു കർത്താവ് പറയുകയാണ്, യോഹന്നാൻ എഴുതിയിരിക്കുക, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ ആരാ ദൈവത്തെ വെളിപ്പെടുത്തിയത്? പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. പിതാവ് ആരാണോ അതാണ് യേശുക്രിസ്തു. പിതാവിനെ ഇനി 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ
ഇത് കൃത്യം കർത്താവ് പറയുകയാണ്. എന്താ കർത്താവ് പറയുന്ന വചനം നമുക്കറിയാമല്ലോ, ഞാനും പിതാവ് ഒന്നാകുന്നു. ഞാനും പിതാവ് ഒന്നാകുന്നു. പിന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിനെ കണ്ടാൽ മതി. ക്രിസ്തുവിനെ കാണുമ്പോൾ ആ വ്യക്തി ദൈവത്തെ കാണുകയാണ്. നമ്മള് 14-ാം അധ്യായത്തില് ഫിലിപ്പോസിന്റെ ചോദ്യമൊക്കെ നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ? ചിന്തിച്ച എന്താ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാ മതി. യേശുക്രിസ്തു പറഞ്ഞു, ഞാനാ പിതാവ്. നോക്കണം, പിതാവായ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനം കർത്താവായ യേശുക്രിസ്തുവിന് നൽകണം. ഒറ്റ വാക്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ധരിച്ച് ഞാൻ മുന്നോട്ട് പോകാം. സമയം നമ്മൾ ഇന്ന് വളരെ വൈകിയാ തുടങ്ങുന്നത്. ഇത് 7:30 തന്നെ നമ്മുടെ ക്ലാസ് അങ്ങ് ആരംഭിക്കുകയാണെങ്കിൽ, പാട്ടൊക്കെ കഴിഞ്ഞ് ഒരു 7:35 കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ക്ലാസ്സിന് കുറെ കൂടെ സമയം കിട്ടും. ഇപ്പൊ കണ്ടോ, ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് സമയം ഇനി നമ്മുടെ മുമ്പിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തു ചാടി എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഒരു ജമ്പ് ചെയ്തിട്ട് ഒരു വാക്യം പറഞ്ഞങ്ങ് പോകാം. നോക്കണം, യോഹന്നാൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അത് വളരെ പ്രാധാന്യം നൽകി നമ്മുടെ നോട്ടിൽ എഴുതണം. ചുവന്ന മഷിക്കാണ് പലരും എഴുതുന്നതെന്ന് എനിക്കറിയാം. ഈ വചനങ്ങളൊക്കെ എഴുതുന്നു, പ്രധാന പോയിന്റ് ചുവന്ന മഷിക്കാണ് എഴുതുന്നത്. അപ്പൊ ഇത് ചുവന്ന മഷിക്ക് കൊണ്ട് തന്നെ ഇതൊന്ന് എഴുതിയിട്ടാൽ നന്നായിരിക്കും. 1 യോഹന്നാൻ 2:23 യോഹന്നാൻ പറയുകയാണ്. എന്താ? പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പിന്നെ പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. കണ്ടോ? ഇതിലാ ഏത് വ്യക്തിക്കാ മൂല്യം കൂടുതൽ? ഈ പിതാവും പുത്രനിലും വെച്ച് നോക്കുമ്പോ ആർക്കാണ് മൂല്യം കൂടുതൽ? ആർക്കുമില്ല. 2 പേർക്കും തുല്യ മൂല്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല. പുത്രന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവന്, പുത്രനെ നിഷേധിക്കുന്നവന്. ഇനി അവിടെ കൃത്യം കർത്താവ് പറയാണ്, പുത്രനെ സ്വീകരിക്കാത്തവൻ പിതാവിനെ സ്വീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ തന്നെ ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ അതൊന്ന് വ്യക്തമാക്കാം. ക്രൈസ്തവ ലോകത്തിലും വെളിയിലുമുള്ള ഒരു നല്ല പങ്ക് ആളുകളും ദൈവത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. ഇനിയും ദൈവത്തെ മാത്രമല്ല, ദൈവങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി ദൈവങ്ങളെയും സ്വീകരിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിനെയും ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഓർക്കണം, നിത്യജീവൻ പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ പുത്രനെ അല്ലാതെ വേറെ ആരെ സ്വീകരിച്ചാലും അംഗീകരിച്ചാലും അവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പുത്രനെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി സത്യ ജീവനുള്ള ഏകദൈവമായ പിതാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എന്താണ് കർത്താവ് പറഞ്ഞത്? ഞങ്ങൾ അവന്റെ ഉള്ളിൽ വന്ന് അവനിൽ വാസം ചെയ്യും. ഞങ്ങൾ ബഹുവചനമാണ്. ഞങ്ങൾ അവന്റെ ഉള്ളിൽ വസിക്കും. ഇതാണ് തിരുവെഴുത്തിലെ ഏറ്റവും ശക്തമായ ഉപദേശം. യേശുക്രിസ്തുവിനെ മാത്രം, ഇതാണ് ഇവിടെ ഒരു വിഭാഗം ഉണ്ടല്ലോ, യേശുവിന്റെ നാമക്കാരെന്നും പറഞ്ഞൊരു വിഭാഗം. യേശുവിനെ മാത്രം സ്വീകരിച്ചാൽ അത് ശരിയായ ഒരു ഉപദേശമല്ല. യേശുവിനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി യേശുവിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 5-ാമത്തെ കാര്യം നമ്മൾ കണ്ടത്, പിതാവിനെ എങ്ങനെയാണോ
ഒരു വ്യക്തി ബഹുമാനിക്കുന്നത്. ഇക്വാലിറ്റി ഇൻ ഓണർ. പിതാവിനെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അങ്ങനെ തന്നെ പുത്രനെയും ബഹുമാനിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ബഹുമാനം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം കേവലം നമ്മള് അധ്യാപകനെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടല്ലേ. ഇപ്പൊ അധ്യാപകൻ, നേരത്തെയൊക്കെ അധ്യാപകനെ കണ്ട ഉടനെ മുണ്ട് മടക്കി കുത്തിരിക്കുകയാണെങ്കിൽ ആ മടക്കി കുത്തൊക്കെ അഴിച്ചിടുമായിരുന്നു. ഇപ്പോഴെന്തോ കയറ്റി മടക്കി കുത്തും അല്ലേ അധ്യാപകനെ കാണുമ്പോൾ. കാര്യം അധ്യാപകരുടെ കയ്യിലും അതിന്റെ കുഴപ്പമുണ്ട്. ഇനി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്. എങ്ങനെയാ? അവര് വരുന്നുണ്ട് എഴുന്നേൽക്കുക. പല വീടുകളിലും ഇപ്പൊ അതൊക്കെ മാറിപ്പോയി. എഴുന്നേൽക്കുക, ആദര പ്രകടമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ബഹുമാനമല്ല ബൈബിളിൽ യേശുക്രിസ്തുവിന്, ത്രിയേക ദൈവത്തിന്, ദൈവിക തൃത്വത്തിന് നൽകിയിരിക്കുന്ന ബഹുമാനം ഇതല്ല. എന്താ? അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് മഹത്വം എന്നുള്ള വാക്കാണ്, ഗ്ലോറിയ. പിതാവിന്റെ മഹത്വം തന്നെ പുത്രനുമുണ്ട്. പുത്രന്റെ മഹത്വം തന്നെ പരിശുദ്ധാത്മാവിനുമുണ്ട്. ഗ്ലോറിയിൽ, മഹത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമരാണ്. സമത്വം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്ന ഏറ്റവും മഹത്തായ സത്യം. ഇനി നമ്മൾക്ക് ആറാമത്, ഇവിടെ നമ്മൾ മുമ്പേ ചിന്തിച്ച നമ്മൾ ഈ കർത്താവ് പറഞ്ഞ ഈ പല കാര്യങ്ങളും ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക, ബന്ധിതമാണ്. അതുകൊണ്ട് നമുക്ക് തോന്നും മുമ്പേ പറഞ്ഞത് ഇത് തന്നെ അല്ലേ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യം അതുപോലെ തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നതിന് നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ അത്? പിതാവും പുത്രനും തമ്മിലുള്ള ഇക്വാലിറ്റി, സമത്വം. 24ഉം 25ഉം വാക്യങ്ങൾ നോക്കുക. 24-ാം വാക്യവും 25-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അടുത്ത് അതുതന്നെ തുടക്കം അങ്ങനെയാ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നമ്മള് 25-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് നോക്കി. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുപാട് സന്തോഷിക്കുന്ന വചനങ്ങളായി. നമ്മള് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തില് ദൈവാത്മാവ് വലിയ ചൈതന്യവും ഉണർവും സന്തോഷവും നൽകുന്ന വചനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇവിടെ പുത്രനും പിതാവും ചെയ്യുന്ന ഒരേ കാര്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്താ? നിത്യജീവനെ നൽകുക. യൂണിറ്റി അഥവാ ഇക്വാലിറ്റി ഇൻ ഗ്രാൻഡിങ് ദ ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ നൽകുന്നതിൽ പിതാവിനും പുത്രനുമുള്ള സമത്വമാണ്. നിത്യ ജീവൻ നൽകുന്നതിൽ പിതാവിനും പുത്രനുമുള്ള സമത്വം. നോക്കണം, അവിടെ ആ തുടങ്ങുന്ന വചനം ഉണ്ടായിക്കാൽ 24-ാം വാക്യത്തിൽ ആ തുടങ്ങുന്ന വചനം
വളരെ ശ്രദ്ധിക്കണം, ദയവായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, പുസ്തകത്തിലോട്ട് നോക്കണേ. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലാകില്ല. എന്താ? എന്റെ വചനം കേൾക്കണം. ആരെ വിശ്വസിക്കണം? എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു. എന്നെ അയച്ചവനെ വിശ്വസിക്കണം. കണ്ടോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, എന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്റെ വചനം നിങ്ങൾ കേട്ടിട്ട് ആരിലാ വിശ്വസിക്കേണ്ടത്? എന്നിൽ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. പിന്നെ എന്നെ അയച്ചവനിൽ എന്ന് പറഞ്ഞാൽ ആരിൽ വിശ്വസിക്കണം? പിതാവിൽ വിശ്വസിക്കണം. നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞ വേറൊരു വചനമാണ്. യേശുക്രിസ്തു പറഞ്ഞു, കേൾക്കണേ, വളരെ ശ്രദ്ധിക്കണേ, ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന പ്രകൃതമുള്ളവരാണ്. ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട 2 ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. എന്താ? യേശുക്രിസ്തു പറയുകയാണ്, എന്റെ വചനം കേൾക്കണം, പിന്നെ എന്റെ പിതാവിനെ, ചുരുക്കി ഞാൻ പറയും, എന്റെ പിതാവിനെ വിശ്വസിക്കണം. പിതാവിനെ വിശ്വസിക്കണം. എന്നാൽ പിതാവ് പറയുന്നത് എന്താ? ശ്രദ്ധിക്കുന്നുണ്ടോ? ദയവായിട്ട് ഒന്ന് ഉത്തരം പറഞ്ഞാട്ട്. പിതാവ് എന്താ പറയുന്നത്? പുത്രൻ പറയുന്നത് എന്റെ വചനം കേൾക്കണം, പിതാവിനെ വിശ്വസിക്കണം. പിതാവ് എന്താ പറയുന്നത്? യോഹന്നാൻ 3:16 വാക്യം എന്താ പറയുന്നത്? എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. പുത്രൻ പറയുകയാണ് പിതാവിനെ വിശ്വസിക്കണം. പിതാവ് പറയുകയാണ് ആരെ വിശ്വസിക്കണം? പുത്രനിൽ വിശ്വസിക്കണം. പുത്രനെ വിശ്വസിക്കണം. എങ്കിൽ എന്ത് കിട്ടുമെന്ന്? 2 ഒന്ന് തന്നെയാണ്. എങ്കിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടുമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? അവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന്. അപ്പൊ നിത്യജീവൻ പ്രാപിക്കാൻ പിതാവിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസം ആരിലുള്ള വിശ്വാസമാണ്? പുത്രനിലുള്ള വിശ്വാസം. നിത്യജീവൻ പ്രാപിക്കാൻ പുത്രനിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസം ആരിലുള്ള വിശ്വാസം? പിതാവിനുള്ള വിശ്വാസം. എന്റെ പ്രിയമുള്ളവരെ, എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വേറെ ശ്രദ്ധയിലാണെന്ന് എനിക്ക് തോന്നുന്ന ചിലരെങ്കിലും. കണ്ടോ? നിത്യജീവൻ പ്രാപിക്കാൻ പിതാവ് നിത്യജീവൻ നൽകുന്നു, പുത്രൻ നിത്യജീവൻ നൽകുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ പിതാവിൽ വിശ്വസിക്കണം. നിത്യജീവൻ പ്രാപിക്കാൻ ആരിൽ വിശ്വസിക്കണം? പുത്രനിൽ വിശ്വസിക്കണം. ഇനിയും പിതാവിൽ വിശ്വസിച്ചാലും പുത്രനിൽ വിശ്വസിച്ചാലും ആ വിശ്വാസം രണ്ടും ഏതാ? രണ്ടും ഒന്ന് തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിലെ ഈ വലിയ രഹസ്യങ്ങൾ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് പിതാവും പുത്രനും തമ്മിലുള്ള ആ സമത്വം, പിതാവും പുത്രനും സമന്മാരാണ് എന്നുള്ള വലിയ സത്യം, വിലയേറിയ സത്യം നമ്മൾക്ക് ഗ്രഹിക്കാനാകും. എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ എനിക്ക് ഭാഷയില്ല ഇത് ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കുവാനുമായി. എന്തായിരുന്നു പൗലോസിന്റെ മിനിസ്ട്രി? പൗലോസ് പറയുന്നു, ശ്രദ്ധിക്കണേ, പൗലോസിന്റെ ആ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓരോ സുവിശേഷകനും, എല്ലാ സുവിശേഷ പ്രവർത്തകരും മാത്രമല്ല, ആരൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുന്നോ, അത് ഞാനാകട്ടെ, നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന സുവിശേഷകന്മാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ, പിന്നെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടറാകട്ടെ, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സാറാമ ടീച്ചറാകട്ടെ, ഇതിനകത്ത് പലരുണ്ടല്ലോ, അവർ ആരുമായിക്കോട്ടെ, സുവിശേഷം ആര് പങ്കുവെച്ചാലും അതിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം.
ഇല്ലെങ്കിൽ അത് സുവിശേഷമാകുന്നില്ല. അതിന്റെ മാതൃക കാണിച്ചത് ധന്യനായ പൗലോസ്ലീയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ തന്റെ മിനിസ്ട്രി, തന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് പറയുന്നു. നോക്കിയേ, 20-ന്റെ-21. വേഗം, നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കണ്ടോ, ഇത് രണ്ട് ആളത്വങ്ങളോട് ബന്ധപ്പെട്ടതാണ് സുവിശേഷ വേല. സുവിശേഷത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സുവിശേഷം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ദൈവത്തിങ്കലേക്ക് മാനസാന്തരപ്പെടുക. ഇതാണ് സുവിശേഷ പ്രവർത്തകരിൽ അഥവാ സുവിശേഷ പ്രവർത്തനത്തിൽ മുഖ്യമായി ഉണ്ടായിരിക്കേണ്ട രണ്ട് വസ്തുത. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും പിന്നെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഞാൻ പ്രസംഗിച്ചു. ഈ രണ്ട് ആളത്വങ്ങളെ കൂടാതെ, സ്തോത്രം, പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ബന്ധപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ. ഇനി ഞാൻ ലളിതമായ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കാൻ നിന്ന് സമയം കളയുന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോവുക. ഇത് രണ്ടും ചെയ്യേണ്ടത് ആരാണ്? ഈ പ്രസംഗം കേൾക്കുന്നവരിൽ ഈ രണ്ട് കാര്യവും ചെയ്യേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം വിശ്വസിച്ചിട്ട് ഒരു വ്യക്തിയെ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലി. ഇതിൽ ഈ മൂന്നാളത്വങ്ങളിൽ ആരാണ് വലിയ ആള്? ഇതാണ് ഇവിടുത്തെ വിഷയം. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് ഇതാണ്: നിത്യജീവൻ ലഭിക്കുവാൻ പുത്രനിൽ വിശ്വസിക്കുക, പിതാവിൽ വിശ്വസിക്കുക. സുവിശേഷം കേൾക്കുന്നവർ പുത്രനിൽ വിശ്വസിക്കണം, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കണം, ദൈവത്തിങ്കലേക്ക് മാനസാന്തരപ്പെടണം. ഇനി ഇവിടെ നമ്മൾ വായിച്ച ഈ വചനത്തിൽ, ദൈവത്തിന് സ്തോത്രം, ഒരു വലിയ സന്ദേശം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ സന്ദേശമുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ സൂക്ഷിച്ച് വായിച്ച് പഠിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ആഴത്തിൽ അങ്ങ് കുറിച്ചിടുകയും ചെയ്യണം. നോക്കണം, ആ 24-ാം വാക്യത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ദ ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ അവിടെ കാണുന്ന ഒരു വലിയ വിഷയമാണ്. എന്താ? രക്ഷയുടെ നിത്യമായ ഭദ്രത. രക്ഷയുടെ നിത്യമായ ഭദ്രത. ഞാൻ ഈ വചനം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ എഴുതാൻ പോയാൽ പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റില്ല. ഗ്രഹിച്ചിട്ടങ്ങ് എഴുതിക്കും. യേശുക്രിസ്തു പറയുകയാണ്, ആ 24-ാം വാക്യം അല്ലേ? 24-ാം വാക്യത്തിൽ കർത്താവ് പറയാം, എന്റെ വചനം നിങ്ങൾ കേൾക്കണം. 2, എന്നെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. അഥവാ വചനം കേട്ട് പിതാവിൽ അല്ലെങ്കിൽ പുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതാണ് അടുത്ത വചനം. വിട്ടുകളയരുത്, ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകരുത്. എന്താ രണ്ട് കാര്യങ്ങൾ? സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ. 1, അവൻ ഇനി ഒരിക്കലും ന്യായവിധിയിൽ ആകയില്ല. അവന്റെ ന്യായവിധി മാറിപ്പോയി. അവൻ ഇനി ന്യായവിധിയിലാകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ ഈ 24-ാം വാക്യത്തിലെ കാര്യം അതാണ്. 1, എന്താ? അവരുടെ ന്യായവിധി നീങ്ങിപ്പോയി.
റോമർ 8:1. റോമർ 8:1 എന്താ? ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ട്, ശബ്ദമൊന്നും കേൾക്കത്തില്ലെങ്കിൽ വേറെ ശബ്ദം ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവരുടെ ന്യായവിധി, ശിക്ഷാവിധി നീങ്ങിപ്പോയി. ഏതാ ശിക്ഷാവിധി? ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ റോമാലേഖനം പഠിപ്പിച്ചപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ന്യായം വിധിക്കും, പ്രതിഫലം തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ. എന്നാൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ന്യായം വിധിക്കും, തീപ്പൊയ്കയിൽ തള്ളിയിടും. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ്? അവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നാൽ നമുക്ക് ആ ശിക്ഷാവിധി ഇല്ല. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, അവൻ ന്യായവിധിയിൽ ആകുകയില്ല. അവന്റെ ന്യായവിധി നീങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, എന്റെ വചനം കേട്ട് എന്റെ പിതാവിൽ എന്നെ അയച്ചവൻ, അഥവാ എന്റെ പിതാവിൽ എന്നിൽ വിശ്വസിച്ചാൽ, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. വിശ്വസിച്ചാൽ, രണ്ടാമത്തെ കാര്യം എന്താ? മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം അതാ. എന്താ? മരണം വിട്ട് അവർ എന്ത് ചെയ്തു? ജീവനിൽ കടന്നു. ഇനി മരണത്തിന് അവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. സഹോദരങ്ങളെ, സുവിശേഷം ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യം, ഈ ആകാശത്തിന്റെ കീഴിൽ വേറെ ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും മഹത്തായ സത്യം ഇതാണ്. എന്താ? അവർ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ഞാൻ ഒരു വചനം ഇതിനോട് ചേർത്ത് വയ്ക്കാം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, മരണം വിട്ട് ജീവനിൽ കിടക്കുക, 2-ാം അധ്യായത്തിന്റെ 18, മരണം വിട്ട് ജീവനിൽ കിടക്കുക എന്നുള്ളതിന് 18-ാം വാക്യം നോക്കി. എന്താ? ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. അത് അടുത്ത ആശയത്തോട് ബന്ധപ്പെടുത്തിയ. എന്നാൽ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ റെഫറൻസ് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നമ്മൾ ഈ വാക്യം വായിക്കും കേട്ടോ. 2:18 നമ്മൾ വായിക്കും. ഈ 1:10 ഒന്ന് വായിക്കും. സുവിശേഷം കൊണ്ടും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. ബ്രദറെ ഒരു വാക്ക് വിട്ടിട്ടാ തുടങ്ങിയത്. ഒരു വാക്ക് വിട്ടായിരുന്നു. ആ വാക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്ക്. സുവിശേഷം കൊണ്ടും അല്ല, 10-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ഇപ്പോൾ. കണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതാണ് അതിനകത്തെ ക്ലൂ എന്ന് പറയുന്നത്. എപ്പോഴാ മരണം നീക്കിയത്? നമ്മൾ മരിച്ചിട്ട് പുനരുത്ഥാനം ചെയ്യുമ്പോഴാണോ മരണം നീങ്ങുന്നത്? സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് ഇപ്പോൾ 10-ാം വാക്യം തുടങ്ങുന്നത് പറഞ്ഞാട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ മരണം നീക്കി എന്ന് നമ്മൾ എപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ചോ, സ്തോത്രം, അപ്പോൾ തന്നെ എന്ത് ചെയ്തു? മരണം നീങ്ങി. എന്തുകൊണ്ടാ മരണം മാറ്റിയത്? നോക്കണം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴാണ്. എപ്പോൾ ഒരു വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അപ്പോൾ ആ വ്യക്തിയുടെ മരണം നീങ്ങുകയും, ദൈവത്തിന് സ്തോത്രം, അപ്പോൾ തന്നെ അദ്ദേഹത്തിൽ 2 കാര്യം പ്രവേശിക്കുകയും ചെയ്യുക. എന്താ? ജീവനും അക്ഷയതയും പ്രവേശിക്കുക. വേറെ ഒരു കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. കണ്ടോ?
കർത്താവ് പറഞ്ഞത് എന്താ? 24-ാം വാക്യം 5:24 മടങ്ങി വരാം. കർത്താവ് പറഞ്ഞ എന്താ? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ടെന്ന് മാത്രമല്ല, അവന്റെ ന്യായവിധി മാറി. 1, 2, അവന്റെ മരണം മാറി. അവനോടോട്ട് കടന്നു, ജീവങ്കലേക്ക് കടന്നു. കടന്നിരിക്കുക. ഞാനത് ഇങ്ങനെ ഒന്ന് വ്യക്തമാക്കാം. നമ്മൾ ഈ മരണം വിട്ട് ജീവനിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താ? ഒരു ഗോളത്തിൽ നിന്ന് വേറൊരു ഗോളത്തിലേക്ക് നമ്മളെ മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നതിന്റെ അർത്ഥം. ഏതാ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നട്ട, പറിച്ച് നട്ട ആ സ്ഥലം ഏതാണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിട്ട് എവിടോട്ടാക്കി? സ്നേഹസ്വരൂപനായ രാജ്യത്തിലാക്കി. ഞാൻ വ്യക്തമാക്കട്ടെ, ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് സുവിശേഷം നമ്മളെ പറിച്ചു നട്ടു. ഏത് രാജ്യത്തിൽ നിന്ന്? മരണം വാഴുന്ന രാജ്യത്തിൽ നിന്ന് ജീവൻ മാത്രമുള്ള രാജ്യത്തിലേക്ക് സുവിശേഷം നമ്മളെ പറിച്ചു നട്ടു. അതുകൊണ്ട് ഇനി മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ഇത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സത്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, സുവിശേഷം കേട്ട് വിശ്വസിച്ച ദൈവവൈതലിന് ഇറ്റേണൽ സെക്യൂരിറ്റിയാണ്, നിത്യമായ ഭദ്രതയാണ്, സംരക്ഷണമാണ്. ഇനി അവന്റെ മേൽ ന്യായവിധിയില്ല. 1, 2, ഇനി മരണം അവന്മേൽ അധികാരം നടത്തുകയില്ല. മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുകയാണ്. നമ്മൾ ശാരീരികമായി മരിക്കും, എന്നാൽ എന്തുണ്ടാവില്ല? രണ്ടാം മരണത്തിന് നമ്മുടെ മേൽ അധികാരം ഇല്ല. ഇതാണ് മരണം വിട്ട് ജീവനിൽ കിടക്കുക എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലുള്ള നമ്മൾ മാത്രമല്ല, ഇന്ന് നമ്മൾ മാത്രമെന്ന് പറഞ്ഞാൽ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരല്ലാതെ ആരും ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ട ഏറ്റവും മഹത്തരമായ അനുഭവമാണ് ന്യായവിധി മാറി മരണം വിട്ട് ജീവനിൽ കടന്നു എന്നുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത വചനത്തിലേക്ക് നോക്കാം. 25-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ ഇന്ന് വളരെ വേഗം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചെന്ന 25-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. ഇവിടെ ദൈവപുത്രൻ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ തൊട്ട് താഴോട്ട് വരുമ്പോൾ ദൈവപുത്രൻ എന്നുള്ള മാറി വേറെ ഒരു ശബ്ദം അവിടെ വരുന്നതായി കാണാൻ പറ്റും. ഇവിടെ ഈ 25-ാം വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ആ 24-ാം വാക്യത്തിന്റെ ഒടുവിൽ പറഞ്ഞ മരണം വിട്ട് ജീവനിൽ കടന്നു എന്ന് പറഞ്ഞാൽ ആത്മീക മരണം നമ്മൾ വിട്ടു. പിന്നെന്ത് ചെയ്തു? ആത്മീകമായ ജീവനിലേക്ക് നമ്മൾ കടന്നു. ഈ ആത്മീക ജീവനിലേക്ക് പ്രവേശിച്ചവർ മരിച്ചാലും, അതാണ് 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ മരിക്കും, അവരും മരിക്കും.
നമ്മളിന്ന് ജീവനോടിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മൾ മരിക്കും. എന്നാൽ മരിച്ചവർ എന്ത് ചെയ്യും? മരിച്ചാലും അവർക്ക് ജീവനാണ്. അവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും പിന്നെ കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യും, ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യും. ഇവിടെ രണ്ട് പ്രയോഗങ്ങളുണ്ട്. ആ വാക്യത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണേ. വേഗം നമ്മൾ ആ വാക്യം ഒന്ന് ചിന്തിച്ചു പോവാം. എന്താ കർത്താവ് പറഞ്ഞത്? കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. പിന്നെ ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതേതാ? അതിനർത്ഥമുണ്ടല്ലേ, ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതാ? കർത്താവ് ഒരല്പ നാളുകൾ കൂടെ കഴിഞ്ഞാൽ കല്ലറയിൽ മരിച്ചു കിടക്കുന്ന ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണ്. 2, യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. 3, യേശുക്രിസ്തുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് അനേക കല്ലറകൾ തുറക്കാൻ പോകുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. അതാണ് നാഴിക വന്നുമിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഇനി നാഴിക വരുന്നു എന്ന് പറഞ്ഞതാണ് മരിച്ച മനുഷ്യർ മുഴുവനും ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് പുനരുത്ഥാനത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ ഈ വചനത്തിന്റെ മറ്റൊരു ആസ്പെക്റ്റിലുള്ള കാര്യം നമ്മൾ തുടർന്ന് 27, 28 വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും 7-ാമതായിട്ട് പിതാവും പുത്രനും തമ്മിലുള്ള സമത്വത്തിൽ 7-ാമത്തത് നോക്കണം. 26-ാം വാക്യം നമ്മൾ വായിക്കും. 26-ാം വാക്യം, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. ഇത് യഹോവയുടെ സാക്ഷികള്. പുത്രന്റെ ജീവൻ എന്ന് പറയുന്നത് പിതാവ് കൊടുത്ത വരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവനാണ്. അത് പുത്രന്റെ സ്വന്തം ജീവനല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി പഠിപ്പിക്കുന്നവരാണ് യഹോവയുടെ സാക്ഷി. വരം ലഭിച്ചതുകൊണ്ട് ജീവൻ കിട്ടിയതാണ് യേശുക്രിസ്തുവിനെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആ വാക്ക് കണ്ടോ? ജീവൻ തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകി. പിതാവ് വരം നൽകിയത് കൊണ്ടാണ് പുത്രന് ജീവൻ കിട്ടിയത് എന്നാണ് ഈ വചനം വെച്ച് അവർ തെളിയിക്കാൻ ചെയ്തത്. അവരുടെ എല്ലാം മുറിവാക്യങ്ങളാണല്ലോ. വേദപുസ്തകത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ അവര് ഒരിക്കലും വ്യാഖ്യാനിക്കുകയില്ല. ഏതെങ്കിലും ഒരു വാക്യം എടുക്കുക, അത് ഒരു മുറി വാക്കാന് സാധാരണ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മുറിവാള് എന്ന് പറയും. ദൈവവചനം എന്താ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാളാണ്. അവരുപയോഗിക്കുന്നത് മുറിവാളെ എടുക്കുകയുള്ളൂ. ഈ വാള് പൂർണ്ണമായിട്ടുള്ള വചനം അവര് എടുക്കുകയില്ല. ഇവിടെ പറയുന്നത് പിതാവ് യേശുക്രിസ്തുവിന് ജീവനുള്ളവനാകുമാർ വരം നൽകി. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയേ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? അത് തുടക്കം മുതൽ വായിച്ചെങ്കിലേ ശരിയാവും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, പിന്നെ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അടുത്ത വചനം എന്താ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, പിതാവ് അവന് ജീവൻ കൊടുത്തെന്നാണ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അല്ല, ജീവൻ പിതാവ് കൊടുത്തെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. പിതാവ് പുത്രന് ജീവൻ കൊടുത്ത ഒരു സമയമില്ല. ഇനിയും ഞാൻ ഈ വചനം പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പിതാവിലുള്ള ജീവൻ തന്നെയാണ് പുത്രനിലും ഉള്ള
ജീവൻ ഇതാണ് ജീവന്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം. പിതാവിന്റെ ജീവൻ തന്നെയാണ് യൂണിറ്റി ഇൻ പൊസഷൻ ഓഫ് ലൈഫ്, ക്വാലിറ്റി ഇൻ പൊസഷൻ ഓഫ് ലൈഫ്. ജീവന്റെ ഉടമസ്ഥതയിൽ ഉള്ള സമത്വം. പിതാവിന്റെ ജീവൻ തന്നെയാണ് പുത്രനിലുള്ള ജീവൻ. ഇങ്ങനെ ഞാൻ പറയാം, ആ ജീവൻ ആരംഭമില്ല, ആ ജീവന് അവസാനവുമില്ല. ആ പുത്രനിലുള്ള ജീവനും ആരംഭമില്ല, അവസാനവുമില്ലാത്ത ജീവനാണ്. നിത്യ ജീവനാണ് പിതാവിലും പുത്രനിലുമുള്ള ജീവൻ. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന നിത്യജീവന് വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം എന്നാ? നമ്മൾ പ്രാപിച്ച നിത്യജീവൻ ആരംഭമുണ്ട്, എന്നാൽ പിതാവിലുള്ള ജീവനും പുത്രനിലുള്ള ജീവനും ആരംഭമില്ല. ഞാൻ ഒരു വാചകം കൊണ്ട് അത് വ്യക്തമാക്കാം. ഈ വാചകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. പുത്രൻ ജീവൻ പ്രാപിച്ച ഒരു സമയമില്ല, പിതാവ് ജീവൻ പ്രാപിച്ച ഒരു സമയമില്ല. ജീവൻ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പിതാവാകട്ടെ പുത്രനാകട്ടെ പരിശുദ്ധാത്മാവാകട്ടെ പ്രാപിച്ച ഒരു സമയമില്ല. അതേസമയം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവനാണെങ്കിലും നമ്മുടെ നിത്യജീവനാണെങ്കിലും രണ്ടും പ്രാപിച്ച സമയമുണ്ട്. ഏറ്റവും ഒടുവിലല്ല, അടുത്ത് എട്ടാമത്തത് പിതാവും പുത്രനും തമ്മിലുള്ള സമത്വത്തിൽ എട്ടാമത്തത് 27, 28, 29 വാക്യങ്ങൾ. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പിതാവും പുത്രനും തമ്മിലുള്ള സമത്വം സംബന്ധിച്ച് അവിടെ പറയുന്നത് ന്യായവിധി നടത്തുവാനുള്ള അധികാരത്തിൽ പിതാവും പുത്രനും സമന്മാരാണ്. പിതാവിന് ന്യായവിധി, അന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 22 വാക്യം വായിച്ചപ്പോൾ ഇതുപോലെയുള്ള ഒരു ആശയം നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ അല്പം വ്യത്യാസമുണ്ട്. എന്താ? ന്യായവിധി നടത്തുവാനുള്ളത് ഈ കാര്യനിർവഹണപരം എന്നുള്ളൊരു വാക്കുണ്ട്. കാര്യങ്ങൾ നിർവഹിക്കാനുള്ളത്, ഏത് കാര്യമാകട്ടെ, പിതാവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിതാവ് ചെയ്യുന്ന മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ പുത്രനും ചെയ്യുവാൻ അധികാരമുണ്ട്. രണ്ടുപേർക്കും അതിന് തുല്യ അധികാരമാണ്. അതിലേറ്റവും പ്രധാനമാണ് ന്യായവിധി നടത്തുവാനുള്ള അധികാരം. 22 വാക്യത്തിൽ നമ്മൾ കണ്ടു, യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ചെറിയ വ്യത്യാസമല്ല, അത് നമ്മൾ സൂക്ഷിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നോക്കണം, ഇവിടെ ഒരു പ്രയോഗമുണ്ട്. 27 വാക്യം മുതൽ 27 വാക്യം മുതൽ 28 28 29 3 വാക്യങ്ങൾ. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ. മോളിൽ പറഞ്ഞ ദൈവപുത്രൻ ഉണ്ടോ? കല്ലറകളിലുള്ളവരെല്ലാം, മരിച്ചവരെല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമെന്നാണ് അവിടെ പറഞ്ഞത്. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവപുത്രൻ എന്നല്ല. ഇത് കർത്താവ് തന്നെ പറയുന്നതാണ്, തന്നെ കുറിച്ച് പറയുന്നതാണ്. എന്താ? അവൻ മനുഷ്യപുത്രനാകയാൽ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും
നൽകിയിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ഈ അധികാരം, ന്യായവിധി നടത്തുവാനുള്ള അധികാരം പുത്രനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? എന്താ അതിന്റെ കാരണം? ആകയാൽ എന്നുള്ള പദം വെച്ച് പറയണം. എന്തുകൊണ്ടാ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്? അധികാരം, ന്യായവിധി നടത്തുവാൻ അധികാരം നൽകുന്നത്? ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആരും ഉത്തരം പറയുന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ ഉത്തരം പറയാം. എന്താ? മനുഷ്യപുത്രനായതുകൊണ്ടാണ്. മനുഷ്യപുത്രനായതുകൊണ്ടാണ് പിതാവ് ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് തന്നെ ഡൗട്ടൊക്കെ ഉണ്ടാകും. എത്ര വലിയ ഭക്തനാണെങ്കിലും ബൈബിൾ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഇതൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്നെ ഇടപാടായത്. ദൈവപുത്രൻ വേണോ ന്യായം വിധിക്കാൻ? മനുഷ്യപുത്രൻ വേണോ ന്യായം വിധിക്കാൻ? ഇതൊക്കെ എന്തൊരു ഇടപാടാ. എൻ്റെ പൊന്ന്, ഇപ്പം എന്നെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ, ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കരുതെന്നാണ് പലരുടെയും മനസ്സിൽ ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്താ ഇതൊരു കൺഫ്യൂഷനും ഇല്ല പ്രിയപ്പെട്ടവരെ. പിതാവായ ദൈവം ന്യായം വിധിക്കുകയും പുത്രൻ ന്യായം വിധിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താ? പിതാവ് ന്യായം വിധിച്ചാൽ ദൈവം എന്ന നിലയിലെ ന്യായം വിധിക്കാൻ പറ്റൂ, അല്ലേ? പുത്രനാണെങ്കിലോ? പുത്രൻ ദൈവം മാത്രമല്ല, പിന്നെ ആരൂടാ? മനുഷ്യനും കൂടെ. അപ്പൊ മനുഷ്യരെ ന്യായം വിധിക്കേണ്ടത് ആരാ? മനുഷ്യപുത്രൻ. മനുഷ്യനാ ന്യായം വിധിക്കേണ്ടത്. ഇപ്പൊ തന്നെ വല്ലതും ചിന്തിച്ച് കാണാം, ഇതിപ്പോ കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയില്ലേ? ദൈവം ന്യായം വിധിച്ചാൽ എന്നാ കുഴപ്പം? മനുഷ്യൻ തന്നെ ന്യായം വിധിക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളോട് ബന്ധപ്പെട്ട്, നമുക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മൾക്ക് ന്യായവിധി ഉണ്ടല്ലോ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെ ന്യായം വിധിക്കും. തീർച്ചയായിട്ടും ആ ന്യായം വിധിക്കുമ്പോൾ നമ്മളെല്ലാം ഓർത്തോണേ, ആ ന്യായം വിധിക്കുമ്പോൾ കർത്താവ് മനുഷ്യപുത്രനായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ ഈ വചനം വെച്ചാൽ നമ്മളെ ന്യായം വിധിക്കും. എന്ത് വെച്ചാ? എൻ്റെ കയ്യിൽ ഒരു വലിയ ബൈബിളാണ്. ഈ വചനം വെച്ചാൽ ന്യായം വിധിക്കുന്നത്. കാര്യം സ്വർഗത്തിൽ ഇതിന്റെ ഒരു കോപ്പി ഉണ്ട്. ഈ വചനം വെച്ച് ന്യായം വിധിക്കുന്നുണ്ട്. ന്യായം വിധിക്കുമ്പോൾ ദൈവം, യേശുക്രിസ്തു, ദൈവം എന്നല്ല, യേശുക്രിസ്തു ഈ വചനം തുറന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീ ഇതനുസരിച്ചോ? എന്നിട്ട് വേറൊരു പേജ് എടുത്തേച്ച്, വചനം എടുത്തേച്ച് ചോദിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു വചനമുണ്ട്, നീ ഇതനുസരിച്ചോ? ഇങ്ങനെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഈ ബൈബിളിലെ ഒരുപാട് വാക്യങ്ങൾ എടുത്ത് നമ്മളോട് ചോദിക്കും, നീ ഇതനുസരിച്ചോ? നീ ഇതനുസരിച്ചോ? ഞാൻ ഒരായുസ് നിനക്ക് തന്നു, നീ ഇതനുസരിച്ചോ? അപ്പൊ നമ്മൾ മറുപടി പറയാം. നമുക്ക് മറുപടി പറയാനൊന്നും റൈറ്റ് ഒന്നുമില്ല കേട്ടോ. എന്നാ വിചാരിക്കുക, ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറയാം. വിചാരിക്കുക, ഞാൻ തമ്പാച്ചൻ PS തമ്പാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുക. കർത്താവേ, അങ്ങേക്ക് ഇതൊക്കെ പറയാം. ഞാനൊരു മനുഷ്യൻ, എനിക്ക് അനുസരിക്കാൻ ഒരു പരിധിയില്ല. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ അനുസരിച്ചു. ഇതെല്ലാം അനുസരിക്കാൻ എങ്ങനെയാണ് കർത്താവെ കഴിയുന്നത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ മാത്രം, നമ്മൾ ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ യേശുക്രിസ്തു എന്നാ ചെയ്യുമെന്നറിയാവോ? ആ ന്യായാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ തോളിന് 2 തട്ട് തട്ടിയിട്ട് പറയും, എടാ മോനെ തമ്പാച്ച, എന്നോട് വേണ്ട ഈ കളി. എന്താ കാരണം? ഞാനും നീ താമസിച്ച ഭൂമിയിൽ വന്ന് 33 വർഷം ഒരു മനുഷ്യനായി ഇതനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തെളിയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. പിതാവ് ന്യായം വിധിക്കുകയാണെങ്കിൽ നടക്കുമോ?
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലല്ല ന്യായം വിധിക്കുന്നത്. യേശുക്രിസ്തു മനുഷ്യപുത്രനാകയാൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുകയാണെങ്കിൽ ദൈവം എന്ന തൻ്റെ ആളത്വ മഹത്വത്തിലേ ന്യായം വിധിക്കാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു ന്യായം വിധിക്കുകയാണെങ്കിൽ ദൈവം എന്ന നിലയിലും മനുഷ്യൻ എന്ന അവസ്ഥയിലും മനുഷ്യനെ ന്യായം വിധിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ന്യായം വിധിക്കുന്നത് 22-ാം വാക്യത്തിൽ പറഞ്ഞു പിതാവിന് തുല്യനായതുകൊണ്ട് പുത്രന് ന്യായം വിധിക്കാം. എന്നാൽ 27-ാം വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ മനുഷ്യപുത്രനാണ്, അതുകൊണ്ടാണ് പിതാവ് എനിക്ക് ന്യായവിധി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വചനത്തോട് ചേർത്ത് തന്നെ യേശു കർത്താവിന്റെ ന്യായവിധിയോട് ബന്ധപ്പെടുത്തി മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറയാൻ ഉണ്ടായ സാഹചര്യം ന്യായവിധിയോട് ബന്ധപ്പെടുത്തി തന്നെയാണ്. പത്രോസിന്റെ ലേഖനത്തിലും യേശുക്രിസ്തുവിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് ന്യായം വിധിക്കുന്നത് നോക്കണം, 1 പത്രോസ് 2:23 വേറൊരു കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചു എന്ന്. ദൈവിക ന്യായവിധിയുടെ ഏറ്റവും വലിയ മഹത്വം അത് ന്യായമായ വിധി ആയിരിക്കും. ഹിം ദാറ്റ് ജഡ്ജസ് റൈച്ചസ്ലി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. നീതിപൂർവകമായ വിധിയായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധി. ഇനിയും ദ സൺ ഓഫ് മാൻ എന്ന് പറയാനുണ്ടായ കാരണം 5 മിനിറ്റ് കൊണ്ട് ഞാൻ ചില വചനങ്ങളൊന്ന് പറഞ്ഞു പോകാം. യേശുക്രിസ്തുവിനെ പഴയ നിയമത്തിലും മനുഷ്യപുത്രൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും പ്രവാചകന്മാരെ കുറിച്ചും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ചില ഉദാഹരണങ്ങള് റെഫറൻസസ് ഒന്ന് പറഞ്ഞു പോകാം, എഴുതിയിട്ടാ മതി. ഒന്ന്, യെഹെസ്കേൽ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ ദൈവം യെഹെസ്കേൽ പ്രവാചകനെ വിളിക്കുന്നത് ഞാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. തുടങ്ങുന്നത് തന്നെ യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2:1, 3, 6, 8. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജമ്പ് ചെയ്താല് 33-ാം അധ്യായം 2-ാം വാക്യം, മനുഷ്യപുത്ര. യെഹെസ്കേൽ പ്രവാചകനെ ദൈവം അഡ്രസ് ചെയ്യുന്നത്, ദൈവം വിളിക്കുന്നത് മനുഷ്യപുത്ര എന്നാണ്. ദ സൺ ഓഫ് മാൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ശ്രദ്ധിക്കണേ, അതിനൊരു കാരണമുണ്ട്. യഹൂദ ജനത്തിന്റെ ന്യായവിധി പറയുന്ന പ്രവാചകനായിരുന്നു യെഹെസ്കേൽ. അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞത്. ന്യായവിധിയുടെ പ്രവാചകനായതുകൊണ്ടാണ് മനുഷ്യപുത്ര എന്ന് ഈ പ്രവാചകനെ പിതാവായ ദൈവം ആവർത്തിച്ച് വിളിച്ചു. വേദപുസ്തകത്തിലെ ഒരു വചനവും വെറുതെ ഉള്ളതല്ല, ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട് കേട്ടോ. 2, ദാനിയേൽ പ്രവചനത്തില് 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഞാൻ ആ വചനം ഞാൻ തന്നെ വായിക്കാം. 7-ാം അധ്യായത്തിന്റെ
13-ാമത്തെ വാക്യം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. 7-ന്റെ 13-ാം വാക്യം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. കണ്ടോ? ആകാശമേഘങ്ങളെ വാഹനമാക്കി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന മനുഷ്യപുത്രൻ. ഇതേതാണ് ഈ സംഭവം എന്നറിയാമോ? സ്തോത്രം. 4-ാമത്തെ മൃഗത്തെ, ഈ അധ്യായത്തിൽ പറയുന്ന 4 മൃഗങ്ങളിൽ 4-ാമത്തെ മൃഗത്തെ കീഴ്പ്പെടുത്തി ആ മൃഗത്തെ മാറ്റി തന്റെ രാജ്യം സ്ഥാപിക്കാൻ വരുന്ന ന്യായാധിപനായ കർത്താവ്. ആ കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ന്യായം വിധിക്കുന്ന കർത്താവ്. മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വരുന്ന പ്രത്യക്ഷതയാണ്. ഈ മൃഗത്തിന്റെ പ്രത്യക്ഷതയൊക്കെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ന്യായവിധിയുടെ കർത്താവാണ് മനുഷ്യപുത്രൻ. എന്തുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന പേര്? ഉത്തരം, ന്യായം വിധിക്കാൻ വരുന്നത് കൊണ്ട്. ഇനി പുതിയ നിയമത്തിലെ 2 ഭാഗങ്ങൾ കൂടെ ഞാൻ വായിച്ചു വിടാം. ഒന്ന്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 7-ാം അധ്യായത്തിന്റെ 50 സ്തേഫാനോസ് കർത്താവിനെ കാണുന്ന ആ രംഗമാണ്. 7-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 7-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ സ്തേഫാനോസ് കാണുന്നത് എങ്ങനെയാണ്? 56-ാമത്തെ വാക്യം. 56-ാമത്തെ വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. ആരാ അവിടെ നിൽക്കുന്നത്? സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ദൈവപുത്രനാണോ മനുഷ്യപുത്രനാണോ? മനുഷ്യപുത്രനാണ്. എന്തുകൊണ്ട് സ്തേഫാനോസ് മനുഷ്യപുത്രനെ കണ്ടു? സ്തേഫാനോസെ, നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർ ഇന്ന് നിന്നെ കൊല്ലുകയാണ്, നാളെ ഞാൻ അവരെ ന്യായം വിധിക്കും. ന്യായവിധിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം. ഇനിയും തീർന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ച് നമ്മുടെ ക്ലാസ് ഇന്നത്തെ അവസാനിപ്പിക്കാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കാണുന്ന മഹത്വകരമായ യേശു കർത്താവിന്റെ പ്രത്യക്ഷത. 13-ാം വാക്യം. 1-ാം അധ്യായത്തിന്, വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ, പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ. ആരെയാ കണ്ടത്? ദൈവപുത്രനോട് സദൃശ്യനായവനെ അല്ല, പിന്നെ മനുഷ്യപുത്രനോട്. ഇത്തിരി കട്ടി കൂടിയ ക്ലാസ് ആണോ ഇന്നത്തെ? എന്റെ പ്രിയമുള്ളവരെ, ഇത് തിരുവെഴുത്തിൽ വ്യക്തമായിട്ട് മനുഷ്യപുത്രൻ എന്ന് കർത്താവിനെ വിളിക്കുന്നത് ന്യായവിധിയോട് ബന്ധപ്പെടുത്തിയാണ്. ഞാൻ പറയട്ടെ, ഈ 13-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, യോഹന്നാൻ അപ്പോസ്തലൻ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. 2-ഉം 3-ഉം അധ്യായത്തിൽ 7 സഭകളെ കുറിച്ചാണ് പറയുന്നത്. 7 സഭകളെ ന്യായം വിധിക്കുന്നത് ഈ മനുഷ്യപുത്രനാണ്. അത് കഴിഞ്ഞ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളില് മഹോപദ്രവ കാലഘട്ടത്തിലെ ന്യായവിധി.
ഈ മനുഷ്യപുത്രനാണ് ആ മഹോപദ്രവ കാലഘട്ടത്തിൽ ന്യായം വിധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യഹൂദനെ കേന്ദ്രമാക്കി ലോക രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്നത് ഈ മനുഷ്യപുത്രനാണ്. തീർന്നില്ല, ഇതേ മനുഷ്യപുത്രനാണ് 20-ാം അധ്യായത്തിന് 11-ാം വാക്യം, വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയവരെ മുഴുവനും ന്യായം വിധിക്കുന്നത്. കണ്ടോ? അവൻ മനുഷ്യപുത്രനാകിയാൽ, 26-ാം വാക്യം, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിക്കുവാനുള്ള അധികാരം അവന് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് ഇനിയും ചില കാര്യങ്ങൾ കൂടെ ഈ 30-ാം വാക്യം വരെയുള്ളതിൽ നമ്മൾക്ക് ചിന്തിക്കാനുണ്ട്. ഇപ്പൊ ഞാനിവിടെ സമയമായതുകൊണ്ട് നിർത്തുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നിന്നെല്ലാം നമ്മൾ കണ്ടത് ഒരിക്കലും പിതാവിനെയും പുത്രനെയും വേറിട്ട് കാണരുത്. പിതാവും പുത്രനും ഏത് വിധത്തിൽ നോക്കിയാലും അവർ സമരാണ്, അവർ ഈക്വലാണ്, സമത്വമുള്ളവരാണ്. അതിൻ്റെ 8 തെളിവുകളാണ് നമ്മൾ ഇന്ന് കാണാൻ ശ്രമിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഈ മഹത്വം അറിഞ്ഞ് കർത്താവിനെ നമ്മൾക്ക് സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് സംബന്ധിച്ച എല്ലാവർക്കും നന്ദി.